അമ്പലത്തിന്റെ ശാന്തിയാണ്. ഹായോ അമിഗോസ് ഓൺ സ്ക്രീൻ, ദിസ് ഈസ് വിക്കി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം. ബർത്ത്ഡേ പാർട്ടി 1-ാം പിറന്നാള്. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കൊച്ച്, ചെറിയ ബന്ധം. അപ്പോൾ ആ പരിപാടിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതെ അമ്മ ഒരു ഹായ് കാണിച്ചേ. അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓൾറെഡി ആള് ചേച്ചിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ ഒപ്പം കാറിന് പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അവരിപ്പോൾ ഏകദേശം തൃപ്പൂണിത്തുറ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും അച്ഛനും കൂടി ബൈക്കിന് പോകണം. അതിൻ്റെ പുറകെ കാര്യം കാറിൽ എല്ലാവരും കയറില്ല. അവരിപ്പോൾ ചേച്ചി, ചേട്ടൻ, 2 പിള്ളേർ എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ഞാനും അച്ഛനും കൂടി ഉള്ളത്, ഞങ്ങൾ അവശേഷിക്കുന്ന 2 ആത്മാക്കൾ ബൈക്കിന് പോകാമെന്ന് വെച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന വീട്ടിലേക്ക് പോണ വഴി. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണല്ലോ. ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്, കുറച്ച് കൂട്ടങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ അപ്പുറത്തൊരു പുഴക്കടവുണ്ട്, അവിടെ പോയി പുഴയുടെ എന്തോ മീൻ പിടിക്കണം എന്നോ പരിപാടിയാണെന്ന് തോന്നുന്നു. നോക്കാം. നമുക്ക് ആദ്യം അങ്ങോട്ട് ഒന്ന് പോയി നോക്കട്ടെ, അവിടെ എന്താ പരിപാടി നോക്കാം. ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 3-4 പേരുണ്ട്. എൻ്റെ ചേച്ചി, അതെൻ്റെ അമ്മ, ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചായിരുന്നല്ലോ. പിന്നെ ഇത് എൻ്റെ വേറൊരു ചേച്ചി, അതായത് ഇപ്പോൾ പിറന്നാൾ നടക്കുന്ന കൊച്ചിൻ്റെ അമ്മയുടെ ചേച്ചിയായിട്ട് വരും. ചെറിയ ബന്ധം. അത് പിന്നെ നമുക്ക് PSCയുടെ പസിൽ പോലെ നമുക്ക് പഠിക്കാം. ഇത് ഇപ്പോൾ ഓടി വന്ന കുരിപ്പില്ലേ, ഇതിനെ കണ്ടിട്ടുണ്ടാവും ഇതിനു മുന്നേ. എൻ്റെ ചേച്ചിയുടെ ഇളയ മോള്. മൂത്ത മോൾക്ക് അവിടെ പോയി പുഴയുടെ തിരകൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താ പരിപാടി എന്നൊക്കെ. പുഴയിൽ തിരയല്ല, ഓളങ്ങളാണ്. ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ കുറെ പേരുണ്ടല്ലോ. ഇതാ കാറ്റ് കൊള്ളാൻ വന്നിരിക്കണം. കൊള്ളാം. യൂട്യൂബറാണെന്നൊക്കെ വിളിക്കണേ ഗൈസ്. ഞാൻ യൂട്യൂബർ ആയിട്ടില്ല, ഞാൻ പിച്ച് വെച്ച് തുടങ്ങണുള്ളൂ. പുഴയോരം കൊള്ളാം, പുഴയോരം കൊള്ളാം. ഇതെൻ്റെ അളിയൻ, എൻ്റെ വേറെ അളിയൻ. അത് നേരത്തെ കാണിച്ച 2 ചേച്ചിമാരുടെ ഹസ്ബൻഡുകളാണ്. അത് ആരൊക്കെയെന്ന് ഞാൻ മെൻഷൻ ചെയ്യണില്ല, കാര്യം അതൊക്കെ കുറേ വട്ടം കറങ്ങി പോകും. എനിക്കതൊന്നും ഉള്ള ടൈമില്ല. പിന്നെ എൻ്റെ കസിൻ, ഇപ്പൊ പറഞ്ഞ ചേച്ചിയില്ലേ, അതായത് ബർത്ത്ഡേ നടക്കാൻ പോണ കൊച്ചിൻ്റെ അമ്മയുടെ ചേച്ചി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ ബർത്ത്ഡേ നടക്കാൻ പോണ കൊച്ചിൻ്റെ അനിയനാണ്. കൊച്ചിന്റെ അമ്മാവൻ എന്ന് പറയാം. അമ്മാവൻ, സോറി, എനിക്ക് പെട്ടെന്ന് മാറിപ്പോയി. ഈ ബന്ധങ്ങളെ പറയുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്. നമുക്ക് എന്തായാലും നമുക്കെന്നാ ബർത്ത്ഡേ നടക്കാൻ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബർത്ത്ഡേ നടക്കുന്നത്. ഞാനിന്ന് ബന്ധങ്ങൾ പറഞ്ഞ് മരിക്കും. എനിക്ക് ഒട്ടും പിടിയില്ലാത്തൊരു പരിപാടിയാണ്. പ്രത്യേകിച്ചും ക്യാമറ നോക്കി പറയുമ്പോഴത്തേക്ക് ഒട്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. എല്ലാവരും എന്നെ തലയെ കൈവച്ചത് കാണുന്നത്. എന്ത് ചെയ്യാൻ, എനിക്ക് ദൈവമായിട്ടാണ് കാണുന്നത്. ദൈവം പന്നണ്ടന്നൊക്കെ ഉണ്ടല്ലോ പറയുന്നത്. ഇതെൻ്റെ എല്ലാവരും ഇതെൻ്റെ ആൻറ്റിയാണ്. ആ നീല ആൻറ്റിയുടെ മോളാണിത്. പിന്നെ കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. ഹായ്, ഒരു ഹൈയും കൂടെ കൊടുത്തേക്ക്. ഇത് ആൻറ്റിയുടെ ഭർത്താവ്, ആ നീല ചുരിദാറിട്ട ആൻറ്റിയുടെ ഭർത്താവ്. സെയിം കളറാണല്ലോ, സെയിം കളർ കോഡാണല്ലോ. ഓക്കെ. പിന്നെ ഉണ്ട് ആൾക്കാരുണ്ട്, ആൾക്കാരൊക്കെ കാണാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. അതെ, നിങ്ങളൊക്കെ സിനിമയിലെടുത്ത് കൂട്ടത്തിൽ എന്നെ എടുത്തോ. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അതിലിപ്പോ നമുക്ക് പരിചയപ്പെടാം. അതെ, ഇതാണ് പിറന്നാൾ നടക്കുന്ന വീട്. പിറന്നാൾ നടക്കുന്ന വീട്. നമുക്ക് പിറന്നാളിന്റെ മെയിൻ ഗേളിനെ കാണാനുണ്ട്. അതല്ലാണ്ട് ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട്. അതെ, ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഈ സുവർണ്ണ രൂപകളാൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് നമ്മുടെ കഥാനായികയുടെ പേര്. അതായത് പൃഥ്വിരാജിന്റെ പേര് ആൻവിക. എൻ്റെ ആൻവിക ഗൈസ്, അതിവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ആള് സപ്രോഞ്ച് കെട്ടെല്ലാം ഞങ്ങൾ കിടന്നുറങ്ങ് സുഖിക്കുക. നല്ല ചെറിയ ചിരിയൊക്കെ ഉണ്ട് മുഖത്ത്. ഇതാണ് നമ്മുടെ കഥാനായികയുടെ അച്ഛനും അമ്മയും. ഇവര് എനിക്ക് ചെറിയ ടാറ്റയൊക്കെ തന്നു. അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു കുട്ടിയോടുണ്ട്. ആ കുട്ടിയാണ് ഈ കുട്ടി. അത് കഴിഞ്ഞ് ക്യാമറ ഇരിച്ചപ്പോഴത്തേക്കും 2 പേരോട് നീലെ കുളിച്ചിരുന്ന് ബിരിയാണി കഴിച്ചോണ്ടിരിക്കുക. ആൻറ്റിയുടെ മോനുമാണ് ഇരിക്കണേ. 2 പേരും എന്താ സെയിം കളർ കോഡ് എന്ന് പറയുന്നത്. തിരക്കിപ്പെട്ടു പോയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സെയിം കളർ കോഡിൽ വന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ഒരു കൂട്ടം സ്ത്രീജനങ്ങൾ അവിടെ ഇരുന്ന് ബിരിയാണിയെ പൈശാചികമായും ക്രൂരമായിട്ടും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളിന്റെ, അതായത് കഥാനായികയുടെ അമ്മാമ്മ, അതായത് അമ്മയുടെ അമ്മ. പിന്നെ ഇത് നമ്മുടെ ബർത്ത്ഡേ ഗേളിന്റെ അച്ഛന്റെ അമ്മ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ വേറെ കുറച്ച് പേരും കൂടി കിട്ടിയിട്ടുണ്ട്. അത് അളിയന്റെ നമ്മുടെ കഥാനായികയുടെ അച്ഛന്റെ കുറെ കൂട്ടുകാരാണ്. ശാന്തിയാണ്, ഞാൻ അമ്പലത്തിന്റെ ശാന്തിയാണ്. ഒരു ശാന്തിയല്ല, ഇവിടെ ഫുള്ള് വൈബ് മോഡ് ഓണാണ്. ഇത് മറ്റേ നമ്മുടെ ആള് പേരെനിക്ക് വാങ്ങിയിട്ടുള്ള പുള്ളിക്കാരന് വെള്ളക്കൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കണ്ടന്റ്സും പുള്ളി അതിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പുള്ളിക്കാരൻ്റെ ചാനലിൽ കയറിയിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒപ്പം എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യണേന്ന് അപേക്ഷിക്കുകയാണേ. അപ്പോൾ എല്ലാവരും കണ്ടതിൽ വലിയ ഉപകാരം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ബിരിയാണി ആയിരുന്നു. ബിരിയാണി നൈസ് ബിരിയാണി ആയിരുന്നു. കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ നൈസായിട്ട് ഇവിടെ നിന്ന് തെന്നി മാറുകയാണ്. എനിക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ട്. അമ്മക്ക് വേറെ പരിപാടി ഉണ്ട്, അച്ഛന് വേറെ പരിപാടി ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ പരിപാടികളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.